ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. ഇത് നമ്മുടെ ദേഹത്തും മുഖത്തും ഒക്കെ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറം കിട്ടുകയും നല്ലൊരു തിളക്കം തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഞാൻ ഒരു ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബീട്രൂട്ടും ഒരു അരമുറി ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് നമുക്ക് എത്രയാണോ തയ്യാറാക്കേണ്ടത് അനുസരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു ക്യാരറ്റും അരമുറി ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു പാനിലേക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം കോക്കനട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഒരു അരക്കപ്പ് കോക്കനട്ട് ഓയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് നല്ലോണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു ഗ്യാസേ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം തണുക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. തണുത്ത ശേഷം നമുക്കിതൊരു അരിപ്പ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ തണുത്ത ശേഷം അരിപ്പ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുഖത്തും ദേഹത്തും ഒക്കെ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നിറം കിട്ടുകയും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യും. ഇത് കുട്ടികൾക്കുമൊക്കെ ചെറിയ കുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓയിലാണ്. പ്രത്യേകിച്ച് നമുക്ക് നല്ല സ്കിന്നിന് നല്ലൊരു വൈറ്റ് നിറം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്. ഇപ്പം ഞാനിത് തയ്യാറാക്കി ചെറിയൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഡെയിലി നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ മുഖത്തും ദേഹത്തും ഒക്കെ പുരട്ടിയ ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇപ്പം ഞാനിത് ചെറിയൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം മുഖത്ത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മുഖം നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓയിൽ നമ്മുടെ മുഖത്ത് ഓരോ ഡ്രോപ്പ് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം മസാജ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പം നിങ്ങൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ മുഖത്തും അതുപോലെ ദേഹത്തും കാലിലും കയ്യിലും ഒക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത ശേഷം ഡെയിലി നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു വൈറ്റ് നിറം കിട്ടുകയും നല്ലൊരു ഗ്ലോവിങ് തോന്നുകയും നല്ലൊരു തിളക്കം കിട്ടുകയൊക്കെ ചെയ്യും. അതുപോലെ കുട്ടികൾക്കും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല നിറം കിട്ടുകയും സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ് തോന്നിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് നല്ലൊരു വൈറ്റ് നിറം കിട്ടാനായിട്ടും അതുപോലെ മുഖത്തുള്ള പാടുകളൊക്കെ പോകാനും അതുപോലെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണിന് താഴെയുള്ള ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഹെയർ ഓയിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.